സംഘർഷനിർഭരമായ ജീവിതയാത്രയിൽ അവനെ കൂട്ടുപോകുന്ന ഒരു ദൈവം, അതാണ് ഉടമ്പടിയുടെ ദൈവം. നിങ്ങളുടെ സങ്കടയാത്രയിൽ, സംഘർഷയാത്രയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് കൂട്ടുപോകുന്ന ഒരു ദൈവം. ഇത് എക്കാലത്തും ഉണ്ടായിരുന്നു. സുവിശേഷത്തിൻ്റെ സത്യസന്ധമായ വാഗ്ദാനമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംഘർഷാത്മകമായ യാത്രയിൽ സമാശ്വാസത്തിൻ്റെ കൂട്ടിയാത്ര നടത്തുന്ന ദൈവം, അത് ഏറ്റവും ഈ കാലത്ത് കൂടുതൽ ആൾക്കാർക്ക് അനുഭവേദ്യമാകുന്നത് ഉടമ്പടിയിലൂടെയാണ്. കാര്യം ഉടമ്പടിയുടെ ആ സ്ട്രക്ചറിൽ തന്നെ, വാഗ്ദാനങ്ങൾ തന്നെ രണ്ട് തരത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കുന്നത്. ഒന്ന്, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുറപ്പാടിൻ്റെ 23:2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. പിന്നെ പുറപ്പാട് 33:14 അവിടെയെല്ലാം ദൈവം തന്നെ നമ്മുടെ കൂടെ വരുന്നതാണ്. ഇത് നമ്മൾക്ക് തോന്നും ഇങ്ങനെ നമ്മളുടെ ഗുഡ് മോർണിംഗ് പറയണ പോലെ ഒരു ആശംസയാണെന്ന് തോന്നും. ആശംസകളിൽ നിന്ന് അനുഭവങ്ങളിലേക്കുള്ള ദൂരം എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ ദൂരമല്ലത്, അത് പ്രവൃത്തിയുടെ ദൂരമാണ്. നമ്മൾക്ക് ഐ കം വിത്ത് യു വെറെവർ യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിൻ്റെ കൂടെ വരും, നീ എവിടെ പോയാലോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ആശംസയാണെന്ന് തോന്നും. ദൈവം പറയണത് ഒരു ആശംസയല്ലല്ലോ, ദൈവം പറയണത് ഒരു അനുഭവത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആശംസയെ അനുഭവമാക്കുന്നത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന മിഷനറി പ്രെയറാണ്. പക്ഷെ ആശംസകളെ അനുഭവമാക്കാൻ പ്രെയറിന് എന്തുമാത്രം സാധിക്കും എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് പകരം പ്രവർത്തി വെച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിലൊന്ന്, വാഗ്ദാനങ്ങളിലൊന്ന് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. അപ്പോൾ തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോഴേ 12:13 എടുത്ത്, തോബിത്ത് 12:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തോബിത്ത് 12:13 ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് വിഷയം. ഒന്നിട്ട് വായിച്ചേ. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് ആഴമായ ഒരു സത്യമാണ്. എന്താ പറയണത്? ഭക്ഷണമേശയിൽ നിന്ന്, ആരാണ് ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മൃതശരീരം സംസ്കരിക്കാൻ പോയത്? തോബിത്ത് ദൈവമേ എന്നും പറഞ്ഞ് ജീവിച്ച ഒരാളാണ്. ഈ ദൈവമേ എന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും കാഷ്വാലിറ്റിക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതും രണ്ട് വിഷയമാണ്. ദൈവമേ എന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ വണ്ടി തള്ളിയിട്ട് കയറണില്ല എന്നാൽ ഒരു കൈ ഒന്ന് തള്ളിക്കൊള്ളാൻ വേണ്ടി ദൈവത്തെ അവിടെ കക്ഷി ചേർക്കുകയും, വണ്ടി പാലം കടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബമ്പ് കടന്ന് കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് എന്നാൽ താങ്ക്സ് എന്ന് പറഞ്ഞ് വിടുന്നതും പലപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്യണത്. ദൈവത്തോട് കാണിക്കുന്ന ഒരു സമീപന രീതി അതാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഇഷ്യൂവിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ കക്ഷി ചേർക്കുന്നു, ദൈവം അത് നിർവഹിക്കുന്നു, ഗുഡ് ബൈ പറയുന്നു. ക്ലിയർ? ഇത് റിലേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ റിലേഷനാണ് ഉള്ളതെങ്കിൽ നമുക്ക് അധികകാലം ഈ ലൈഫിൽ ദൈവത്തെ കക്ഷി ചേർക്കാൻ, ദൈവത്തെ വരാൻ എന്തുമാത്രം സാധിക്കുമെന്ന് അറിയത്തില്ല.
നമ്മളൊരു പ്രഗ്മാറ്റിക്കാണ് ഈ കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടായിരുന്നു, ആ വിഷയത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തു, അത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. പക്ഷേ അതും ദൈവം അങ്ങനെയല്ല ഉദ്ദേശിക്കണത്. ഒരു ഇടയ്ക്കൊന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് വിടുന്ന ഒരു ബന്ധമേ നിനക്ക് ദൈവമായിട്ടുണ്ടെങ്കിലേ നിനക്കിനി ഈ വണ്ടി പല സമയത്ത് ഇനിയും കട്ടറിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ ബന്ധമെന്ന് പറയണത് ഒരു പ്രോബ്ലം സെൻറ്റേഡ് ആണോ, ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഇഷ്യൂ ബേസ്ഡ് ആണോ? പലപ്പോഴും വരുന്നൊരു വിഷയം വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി ഈസ് ഇഷ്യൂ ബേസ്ഡ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിൻ്റെ ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല. ഇവിടെയാണ് പ്രോബ്ലം വരണത്. ഉടമ്പടി നിങ്ങളെ നിങ്ങളുടെ ആധ്യാത്മികതയെ വ്യക്തിയുമായി ആക്കും. നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ ആധ്യാത്മികത വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ഒരു ദുരന്തമെന്ന് പറയുന്നത്. ഒരു വിഷയമുണ്ടായി, ആ വിഷയം ഇപ്പോൾ കോളേജ് അഡ്മിഷൻ്റെ കാലമാണ്, ഒരു വിഷയമായി, അപ്പനും അമ്മയും മക്കളും എല്ലാം കൃപാസനത്തിലുണ്ട് ഇല്ലേ? അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ ഗുഡ് ബൈ, തീർന്നു. പിന്നെ നിങ്ങളുടെ ജീവിതമായി. ഇനിയിപ്പോൾ കോളേജിൽ പോയ കൊച്ച് വേറെ ആരെങ്കിലും ലൈൻ അടിച്ചാൽ മാത്രമേ പിന്നെ അപ്പനും അമ്മയും പിന്നെയും കൃപാസനത്തിൽ വരത്തുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് സംരക്ഷണം കിട്ടണില്ല നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? സംരക്ഷണം കിട്ടണില്ല. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഗുഡ് ബൈ പറഞ്ഞ് ദൈവത്തെ യാത്രയാക്കുന്നു. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവത്തെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുന്നു. അച്ഛൻ നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ല, സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ് ദൈവമേ, സത്യം പറഞ്ഞാല് പലപ്പോഴും അറിയാതെയാണ് ഒരാവശ്യം കഴിയുമ്പോൾ നിന്നോട് യാത്ര പറഞ്ഞു പോരുകയോ നിന്നെ ആശംസിച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് യാത്ര ആക്കുകയും ചെയ്യുന്നത്. പക്ഷെ കർത്താവേ, ഉടമ്പടി പ്രകാരം നിന്റെ വാഗ്ദാനമാണ്. Wherever you go, നീ എവിടെ പോയാലും നിത്യത വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവേ, എന്നോട് കൂടെ അന്ത്യം വരെ നിലനിൽക്കാനുള്ള നിന്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് എന്നെ സംരക്ഷിക്കാനുള്ള നിന്റെ കരുതലിനെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ വിഷമിക്കുന്ന കർത്താവേ, ശിക്ഷിച്ച കാലം മുഴുവൻ നിന്നെ വേർപിരിയാതെ കൈയോട് കൈ ചേർത്തുകൊണ്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് യാത്രയാകാൻ ദൈവമേ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പദ്ധതിയാണ്. ഉടമ്പടി ഇസ് ദ പ്രോജക്റ്റ് ഓഫ് പ്രോമിസ്. ആർക്കാണ് ആ പ്രോമിസ് ലഭിക്കണത്? ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടണത്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ദൈവം സത്യമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും സത്യമായിരിക്കും. അതുപോലെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് അറ്റപ്പറ്റ സംഭവിക്കുകയോ അല്ല. ഷാർപ്പായിട്ട് അത് തന്നെ സംഭവിക്കും. ഇപ്പോൾ ഇന്നലെ സിംഗപ്പൂരിൽ നിന്നൊരു സഹോദരി എൻ്റെ വാട്സപ്പിലോട്ട്, എനിക്കവരറിയാൻ പാടില്ല, അവർക്ക് ചിലപ്പോൾ എൻ്റെ നമ്പർ എവിടെ നിന്നോ കിട്ടിയിട്ട് അവർ വാട്സപ്പിലോട്ട് ഒരു പാട്ടിട്ട്, നല്ല സുന്ദരമായ രീതിയിൽ നല്ല പ്രൊഫഷണൽ സിംഗറാണെന്ന് തോന്നുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അവർ തുടങ്ങുന്ന സഞ്ചാരി മാതാവേ എന്നാണ്. സഞ്ചാരി മാതാവേ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അച്ഛൻ സാംസൺ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഈ ലേഡി നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഈ സ്ഥലത്ത് ഉള്ളതാണ്, അവരിവിടെ അകലെ താമസിക്കണം, മറ്റു രാജ്യങ്ങളിലെ ജോലി സംബന്ധമായ കാര്യത്തിൽ.
അച്ഛനെ അവരെ പേഴ്സണലായിട്ട് അറിയാം. അവരിങ്ങനെ അച്ഛനെ പാട്ടയക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം സഞ്ചാരി മാതാവ് സഞ്ചാരം ചെയ്ത് കൂടെ വരണ അവരുടെ അനുഭവം അവർക്കുണ്ടായി. അപ്പോൾ അവരിന്ന് എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെഴുതിയ നോട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എനിക്കിങ്ങനെ സെൻഡ് ചെയ്ത് തന്നു. നോട്ടിൻ്റെ ഫസ്റ്റ് പേജ്, അതായത് അവരാണത് എഴുതിയെന്ന് ആ പാട്ട് അച്ഛൻ അത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവത്തിൽ അവർ വളരെ ഹൃദ്യമായിട്ടൊരു അനുഭവമായിട്ട് പാടിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുണ്ട് ആ പാട്ട്, സൂപ്പറായിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളെല്ലാം അനുഭവിക്കുന്നൊരു വിഷയമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ് വന്നത്? അത് മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഈ ഉടമ്പടി എടുത്ത വ്യക്തി സത്യസന്ധനാണെങ്കിൽ അവസാനം വരെ നിൻ്റെ വിഷയം നിറവേറുവോളം നിൻ്റെ കൂടെ നിന്ന് അത് ചെയ്യിക്കും. മനസ്സിലാട്. അതെന്താ കാര്യം? അമ്മയുടെ ഒരു രീതിയാണ് ഈ കൂടെ നിൽക്കുക എന്നുള്ളത്. അമ്മയുടെ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അമ്മ എന്തുകൊണ്ടാണ് അമ്മയെ സെലക്ട് ചെയ്തത് ദൈവം? ഇത് ഏത് കുരിശാണെങ്കിലും കൂടെ നിൽക്കുമെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടാണ്. 1000 പുരുഷനായി കണ്ടു, ഞാൻ ആരെ സ്ത്രീയായി കണ്ടില്ലെന്ന് പറയത്തില്ലേ സഭാപ്രസംഗി, അല്ലേ? സഭാപ്രസംഗി 7:29 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 28 1000 ഞാൻ പുരുഷനായി കണ്ടു എന്ന് പറഞ്ഞേ. 1000 ഞാൻ പുരുഷനായി കണ്ടു. എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മൾ ഈശോ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കേണ്ടത്. ദൈവം ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ സ്വഭാവങ്ങളിൽ ഒന്നാണ് വിഷമസന്ധികളിൽ കൈവിടാതെ കൂടെ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം ഉദ്ദേശിക്കുന്ന ഇപ്പം അമ്മ എന്താണ് ആദ്യമേ കർത്താവ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴേ അമ്മ അതിന് മറുപടി പറഞ്ഞ എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 Read it again. ലൂക്ക 1:38. ലൂക്ക 1:38. മറിയം പറഞ്ഞു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പൊ എന്താ അവസാനം പറഞ്ഞ വാക്ക് എന്താ? നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോഴേ വാക്ക് ഏതറ്റം വരെ ജീവിതം പോയാലും വാക്ക് നിറവേറ്റുമെന്ന് മറിയത്തിൽ ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് അവരെ സ്ത്രീ എന്ന് വിളിച്ചത്. കൈയടിച്ച് കർത്താവ് വിശേഷം 19:25 യോഹന്നാൻ 19:25. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റേ കക്ഷികളെല്ലാം അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ അടുത്ത വണ്ടിക്ക് വീട്ടിൽ പോയണം. നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? അമ്മ നിൽക്കുന്ന കൊണ്ടാണ്. നമ്മളീ കുരിശിൻ്റെ ചുവടിലേക്ക് ചില സമയത്ത് അതിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകില്ല. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകുമ്പോഴും നമ്മളെന്തുകൊണ്ടാണ് നിൽക്കണത്? ആത്മഹത്യ ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റ് വിക്രിയകളൊന്നും ചെയ്യാതെ നിൽക്കുന്നത് എന്താണ്? അമ്മ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴേ ഇതാ കർത്താവിൻ്റെ ദാസി. എനിക്ക് തോന്നുന്നത് ഈ ലൂക്ക 2:38 1:38 ലൂക്ക 1:38 1:38 എന്താണ്? അങ്ങ് വാക്കിനിൽ
നിറവേറട്ടെ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ അവസാനത്തെ വാക്ക് എന്താണ്? നിറവേറട്ടെ എന്നുള്ളതാണ്. അതും യോഹന്നാൻ്റെ 19-25 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. അതെന്താ പറയണത്? യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദാറ്റ് മീൻസ് എന്തിനാണ് നിൽക്കണത്? കർത്താവിൻ്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴാ നിപ്പിൻ്റെ വ്യാഖ്യാനം എന്താണ്? വെറുതെ നിന്നല്ല, വന്ന് അകപ്പെട്ടു പോയതല്ല. നമ്മൾ പറയണേ ഞങ്ങൾക്ക് എന്ത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തലേ കൈവെക്കല്ലേ. ദാറ്റ് മീൻസ് സങ്കടം വരുമ്പോൾ അകപ്പെട്ടു പോകുന്നല്ലേ പറയണത്. മറിയം അകപ്പെട്ടതല്ല, മറിച്ച് എന്താണ്? അങ്ങയുടെ വാക്കിന് നിറവേറട്ടെ എന്ന് ആദ്യമേ കയറി അമ്മ സമർപ്പിച്ചിരുന്നു. ആ സമർപ്പണത്തിൻ്റെ, കർത്താവിൻ്റെ വാക്കിനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വചനം നിറവേറ്റാനാണ് അവൾ കുരിശിനെ ചുവട്ട് നിൽക്കുന്നത്. കൈയടിച്ച് കർത്താവ് ഇന്നലെ ഒരു റിയാലിറ്റി ഷോയിലുള്ള ആൾ, ഞാൻ സാക്ഷിയിട്ടിട്ടുണ്ട്, ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അയാൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു ആൺകുഞ്ഞും കൂടി വേണമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം ഓക്കെ, ബ്രെയിനൊക്കെ ഓക്കെയാണ്, ഹാർട്ട് ഓക്കെയാണ്. പക്ഷെ ശ്വാസകോശം ചുങ്ങിപ്പോയതാണ്. അത് കുടലും പണ്ടവും എല്ലാം ആമാശയം ഉൾപ്പെടെ അങ്ങോട്ട് ഇടിച്ച് കയറി നിൽക്കണ കാരണം ശ്വാസകോശം ചെറുതായിപ്പോയി. അപ്പോൾ ഓക്സിജൻ എടുക്കണില്ല. അപ്പോൾ ഇത് അറിഞ്ഞോടുകൂടി ഇയാൾക്ക് ഭയങ്കരമായ കരച്ചിലാണ്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഇമോഷൻ ഇങ്ങനെയാണ്, ചിരി വരുമ്പോൾ ഞാൻ നല്ലോണം ചിരിക്കും, കരച്ചിൽ കഴിഞ്ഞാൽ ഞാൻ വല്ലാത്ത രീതി കരയും, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അയാളത് പറയുമ്പോൾ പോലും അയാൾ കരയണ രീതിയിലാണ് സംസാരിക്കണത്. അവസാനം ഇയാൾ അമ്മയെടുത്ത് വരും. അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം, അമ്മ വിചാരിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ എന്നിട്ട് ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഈ പതിരയും ശ്വാസകോശവും ഹൃദയവും എല്ലാം ഇങ്ങനെ അമങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ എന്തെങ്കിലും അമ്മയോട് ചെയ്ത ഉടമ്പടി, നമുക്കറിയാലോ ഇന്ന് പല മനുഷ്യരുടെയും ഒരു ആസ്തി ഒരു ആസ്തി ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയാണ്. കാര്യം അപ്പോഴും ആൾക്കാർ പറയുന്നത് എന്താണ്? സാറേ ഡോക്ടറെ ശരിയാകും, ഞങ്ങൾ ഉടമ്പടി. അപ്പോൾ ഡോക്ടറോട് പറയത്തില്ലെങ്കിൽ മനസ്സിൽ പറയാം, എന്താണ്? ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അമ്മയുമായിട്ട് ഞങ്ങൾ ഉടമ്പടി, മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ളൂ എന്ന കാര്യം സത്യമാണ്. പക്ഷെ അതല്ല പ്രശ്നം, ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലേ, നിങ്ങൾ ലൈൻ വലിച്ചു എന്ന് പറഞ്ഞത് കാര്യം ശരിയാണ്, പക്ഷെ കറണ്ടുണ്ടോ, ഫീസ് പോയിരിക്കണം എന്നൊക്കെ നോക്കണം, ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ലൈൻ വലിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ഫീസ് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് തെളിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്താലും ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്? പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഉടമ്പടിയുടെ പ്രസൻസാണ്. പ്രസൻസ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉടമ്പടിയുടെ ഈ പദ്ധതി പ്രയോഗങ്ങളെ നമുക്ക് തരുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് പ്രസൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാന്നിധ്യം. എനിക്ക് തോന്നുന്നത് ഇതാണ്, മറ്റ് പല വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിലൊക്കെ ഒരു പരിവരെ നടക്കുമെങ്കിലും ഉടമ്പടി പ്രത്യേകിച്ച് വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്, ഞാൻ എന്തുകൊണ്ട് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവേ ഉള്ളൂ. എന്താ കാര്യം? എൻ്റെ കൂടെ ദൈവം വരുമെന്ന് ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ദൈവം വരും. അത് സഞ്ചാരി മാതാവ് തൻ്റെ കൂടെ വരുന്നത് എല്ലാവരുടെയും അനുഭവമാണ്. കാര്യം ദൈവത്തിന് ആദ്യകാലം മുതലേ ഉള്ള ഒരു സത്യസന്ധമായ നിലപാടാണ് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ പോകണമെന്നുള്ളത്. അത് പുതിയതല്ല, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ. ഇപ്പം നമ്മൾ 23-20 എടുത്ത പുറപ്പാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ പറഞ്ഞേ,
ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ഈ ലാൻഡ് ആൻഡ് ലൈഫ് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ലാൻഡ് ആൻഡ് ലൈഫ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സം ടോട്ടൽ, അതിൻ്റെ തട്ടകം. ഒരു ജീവിതത്തിൻ്റെ തട്ടകം എന്താണ്? ജീവിതം മീൻസ് ലൈഫ്. ലൈഫിൻ്റെ തട്ടകം എന്താണ്? ലാൻഡാണ്. ലാൻഡ്. അതായത് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാം എന്താണ്? ബേസിക് ആയിട്ടുള്ള ലാൻഡ്. അത് നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് എന്താണ്? അനുകൂലമായ സ്ഥലമാണ്. അനുകൂലമായ സ്ഥലം. അപ്പോൾ അനുകൂലമായ സ്ഥലം, ഇപ്പം ഞാൻ ഈ ജപ്തി നടപടിയൊക്കെ ആൾക്കാർ വരത്തില്ലേ? അപ്പോൾ ഞാനെന്താ, നിങ്ങൾ ജപ്തി നടപടിക്കാരെ പ്രത്യേകം കാണുന്ന എന്താ കാര്യം? അവിടെ വീട് സ്ഥലവും ജന്മാവകാശം നഷ്ടപ്പെടാൻ പോകുകയും അല്ലേ? അവിടെ ബൈബിളിനെ അത് റീസെറ്റ് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ വേറെ ഒരു പുസ്തകത്തിനും പറ്റത്തില്ല. എന്താ കാര്യം? ഇതെല്ലാം നീ ജനിക്കാൻ ഞാൻ ഇടയാക്കിയ സ്ഥലം, നിന്നെ ജന്മ അവകാശമായി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ ആ സ്ഥലത്തേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ്. കൈ ഇടിച്ച് കർത്താവ്. എസെക്കിയേൽ 37:14. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ 37:14. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഒന്ന് പറഞ്ഞേ, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദൈവം നിനക്ക് തന്ന സ്വന്തം സ്ഥലത്ത് ആർക്കും എടുക്കാൻ പറ്റത്തില്ലത്. പക്ഷേ ഇത് എൻ്റെ ദൈവമായതിൽ നീ ഇത് പൂർണ്ണമായി വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, അതായത് ഇവിടെ ആ വചനത്തിൻ്റെ ലൈൻ എന്താ? ലൈഫ് ആൻഡ് ലാൻഡാണ് വചനത്തിൽ പറയണത്. ലൈഫ് ആൻഡ് ലാൻഡ്. ഒന്നിന് വായിച്ചോളൂ. എസെക്കിയേൽ 37:14. എന്റെ ആത്മാവിനെ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഒന്നിന് പറഞ്ഞേ, എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലെ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. അപ്പൊ ലൈഫായില്ലേ അല്ലേ? അപ്പം എങ്ങനെയാണ് നമുക്ക് ലൈഫ് നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരുന്നത്? ഇപ്പം ജോലി നഷ്ടപ്പെട്ടു അല്ലേ? ജോലി നഷ്ടപ്പെട്ടു, പഠിത്തത്തിൽ തോറ്റു. അപ്പം നമ്മൾ ലൈഫ് പോവുകയാണ് ഇല്ലേ? ലൈഫ് പോവുകയാണ്. നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലും OITക്ക് തോറ്റാലും ഒക്കെ എന്ത് സംഭവിക്കണത്? ഇൻ്റർവ്യൂവിന് തോറ്റാൽ നമുക്ക് എന്താ? വി ലോസ്റ്റ് അവർ ലൈഫ്, വി ആർ ലൂസിങ് അവർ ലൈഫ്. നമുക്ക് ലൈഫ് പോവുകയാണ്. പക്ഷേ എന്താ പറയണത്? ഈ ലൈഫ് എങ്ങനെ തിരിച്ചു പിടിക്കാം? പരീക്ഷ വന്ന് നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു, അങ്ങനെ നമുക്ക് ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റിയില്ല അല്ല, അല്ലെങ്കിൽ PSCക്ക് കയറാൻ പറ്റിയില്ല. വി ആർ ലൂസിങ് എ ലൈഫ് വെൻ വി ലോസ്റ്റ്. അത് ഇത് ഓരോ വിഷയത്തിൽ, അതായത് ഇങ്ങനെ വന്നാൽ ലൈഫ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ തിരിച്ചു പിടിക്കാം? എസെക്കിയേൽ എന്താ പറയണത്? എസെക്കിയേൽ 37:14 എന്താ പറയണത്? എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. അപ്പൊ ജീവിക്കണവരുടെ കണ്ടല്ലേ? ജീവിക്കണം. അപ്പം ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷയോ അല്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോയി. ഇന്നലത്തെ ഒരു സത്യദാസിൻ്റെ സാക്ഷ്യം ട്രിവാൻഡ്രമാണ്, അവിടുത്തെ ഇടവേക്കാരനാണ്. സത്യദാസ് എന്താ പറയുക വെച്ചാൽ, സത്യദാസിന് റീസർവേ പണ്ട് നടന്നപ്പോൾ പുള്ളിയുടെ 3 കട പുള്ളിക്കുണ്ടായിരുന്നു. 3 കച്ചവടം, പിടിയക്കട. അതിന് 2 എണ്ണം വേറെ ആൾക്കാരുടെ പേരിലായിപ്പോയി. വല്ല പരിപാടിയുണ്ട്. തല കുത്തി മറിഞ്ഞിട്ട് ഈ സാധനം പുള്ളിയുടെ പേരിലാക്കാൻ പറ്റണില്ല. ഈ റീസർവേ ഒക്കെ നടന്ന ആൾക്കാരൊക്കെ ഒന്ന് തിരക്കിപ്പോയി നോക്കണേ.
ഞങ്ങളുടെ സ്ഥലത്തല്ലേ ഞങ്ങൾ ജീവിക്കണത്, ഞങ്ങളുടെ കയ്യിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല. സർക്കാരിൻ്റെ കയ്യിൽ, നിങ്ങളുടെ കയ്യിലല്ല ഇരിക്കണം, കണ്ടവൻ്റെ കയ്യിലിരിക്കണേ. ഇപ്പോൾ റീസർവ് നടന്ന കക്ഷികളൊക്കെ നേരെ പോയി വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇപ്പോഴും എത്രയും വേഗം അത് പോക്കുവരവ് ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ട് രസീത് വാങ്ങിച്ചേക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്ക്ക് സ്ഥലം ഉണ്ടാകത്തില്ല. സ്ഥലം കൂടുതലുള്ള ആൾക്കാർ അത് തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് അത് മിച്ചഭൂമിയാക്കി എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളെ ഈ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആനുഷംഗികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇപ്പോൾ സത്യദാസൻ സംഭവിച്ചതാണ്, അയാളുടെ 2 കട പോയെന്നേ. അതന്നെയല്ലേ പഞ്ചായത്ത് ചെല്ലുമ്പോൾ പഞ്ചായത്ത് വടിതടി ആയുധങ്ങളായിട്ട് ഇയാളെ തല്ലാനും കൊല്ലാനും വന്ന പോലെയാണ് അവരിയ്ക്കണത്. ഇയാൾക്കൊരു സ്വാധീനവും ഇല്ല, ഈ കടയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കടയിൽ തന്നെ പോകാൻ ഇയാൾക്ക് പറ്റണില്ല, അത് കയ്യേറിയത് പോലെ ഇരിക്കണം. അപ്പം പേടിയാണ്. ഈ കടയുടെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ എല്ലാവർക്കും പനി വരും. ഒരു വിഷയം പണ പൂക്കണ്ടില്ലേ, അത്തരം ഒരു അവസ്ഥ. അവസാനം ഈ മനുഷ്യന് ചന്തയെ വെച്ച് കൃപാസനം പത്രം കിട്ടി. ഒരു സ്റ്റോറി പോണ പോക്ക് നോക്കണം. സത്യദാസന് കൃപാസനം പത്രം ചന്തയെ വെച്ച് കിട്ടി. കുറേ സാക്ഷ്യം വായിച്ചപ്പോൾ പുള്ളി വീട്ടിൽ വന്ന് പറഞ്ഞ്, എടി ഇവിടെ ഒന്ന് പോകാമെന്ന് തോന്നണം, നമ്മുടെ സ്ഥലം മാതാവ് എങ്ങാനും തിരിച്ചു തന്നാൽ വേറെ മാർഗ്ഗമൊന്നും കണ്ടില്ലെന്ന് പറയും. ഈ മനുഷ്യൻ പെട്ടെന്ന് വിശ്വാസത്തോടെ പിറ്റേ ദിവസം സത്യദാസ് ഇവിടെ വരും, ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഈ സാന്നിധ്യത്തിൻ്റെ 2 സാധനം അതിനകത്തുണ്ട്. അതിനകത്ത് ഒന്നെന്താണ്, ഉടമ്പടിയില്ല അതിൻ്റെ കാശുരൂപം തന്നെയാണ് സാന്നിധ്യത്തിൻ്റെ. അതാണ് അത് പ്രപ്പോസ് ചെയ്ത്, അങ്ങനെയാണ് അത് വെഞ്ചരിച്ചിരിക്കണത്. അതുകൊണ്ടാണ് ഇത് മിസ് ചെയ്യരുതെന്ന് പറയണത്. ഇപ്പോൾ പുതിയ നിയമം ഇവിടെ പോകണമുണ്ടല്ലോ, അവർ 2 മാസമായിട്ട് ഉടമ്പടി കാശുരൂപം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടത്തില്ല. യു വിൽ നോട്ട് ഗിവ് ഇറ്റ്. പണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ അതും കൊടുക്കണില്ല. നിങ്ങൾ എന്ത് കാര്യം, അത് പ്രമാണം പോയ വല്ല ലക്ഷ്യമുണ്ട്. അത് ഉടമ്പടിയുടെ പ്രമാണമല്ലേ. ഉടമ്പടിയുടെ പ്രമാണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ദാറ്റ് മീൻസ് അത്രയും കെയർലെസ്സാണ് നിങ്ങൾ ഉടമ്പടി നിൽക്കാൻ അർഹതയില്ലെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കാശ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിനത് ഉരുപ്പടിയായി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി ചെയ്യുക, വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഉടമ്പടി എടുപ്പിച്ചിട്ട് പുതിയ കാശ് വാങ്ങിക്കുക. അതേ നടക്കത്തുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ എന്തുകൊണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത് ഇതൊന്നും നഷ്ടപ്പെടുത്തുകയല്ല, ആർക്ക് കൊടുത്തതാണെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഉടമ്പടി ജ്ഞാപകം പോലെ ഉപയോഗിക്കേണ്ടതാണ്, അല്ലാതെ അതൊരു വിശുദ്ധ വസ്തു മാത്രമല്ല. നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് ഇവിടെ ചില ആൾക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാശുരൂപം കാണിക്കും. ഞങ്ങൾ പറഞ്ഞ കാശുരൂപം വേണ്ട, അപ്പം പത്രം തരാൻ പറയും. എന്താ കാര്യം, ആരാണ്ടിൻ്റെ കാശുരൂപം അനിയത്തിയുടെയോ ചേട്ടത്തിയുടെയോ നാട്ടുകാരുടെയോ അവിടുന്ന് എരവ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഉടമ്പടി എടുത്താൽ നമ്മളെ പറ്റിക്കാൻ വേണ്ടി. അത് എന്ത് പറയാനാ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉടമ്പടി കാശുരം കളയരുത്. പിന്നെ അതിൻ്റെ കൊളുത്തു പോകുകയോ ആ ഉടമ്പടി കാശുരൂപത്തിൻ്റെ പടം വെക്കുകയോ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പൈസ പോലും വാങ്ങിക്കാതെ അതേ കാശുരൂപം തിരിച്ചു തരും. കാര്യം എന്താ, നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുകയാണ്, അതുകൊണ്ട് വി വിൽ ഗിവ് ഇറ്റ് ബാക്ക്. പക്ഷേ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, അത് ഓർത്തേക്കണം. പിന്നെയുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണതിനെ മാർഗ്ഗം, വേറെ മാർഗ്ഗമില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യാനുള്ള കൃപ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, എങ്ങനെയാണ് ലൈഫ് തിരിച്ചു പിടിക്കണത്, ലൈഫ് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. ഇപ്പം സത്യദാസിൻ്റെ വിഷയം എന്താണ്, സത്യദാസ് ഉടമ്പടി എടുത്ത ശേഷം ഉടനെ അയാളത് പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. എൻ്റെ മക്കളെ, ഈ പൂർണ്ണമായി വിശ്വസിക്കാത്തൊരു ഉടമ്പടി എടുക്കരുത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാട്ടുകാരെടുത്തല്ലോ, വീട്ടുകാരെടുത്തല്ലോ, കൂട്ടുകാരെടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ദൈവവുമായിട്ടുള്ള ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിന് ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രമാണം വായിച്ച് കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. ഇപ്പം നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ രജിസ്റ്റർ നമ്മളെന്താ ചോദിച്ചത്, പണം കൊടുത്തോ എന്ന് കൈപ്പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൈപ്പറ്റിയെന്ന് പറയും, പണം കിട്ടിയെന്ന് പറയും. പിന്നെ മറ്റുള്ളവരോട് ചോദിക്കണത് എന്താണ്, ആധാരം വായിച്ചു നോക്കിയോ, അല്ലേ? അങ്ങനെ ചോദിക്കത്തില്ലേ, ആധാരം വായിച്ചു നോക്കി. അപ്പോൾ ഇവർ പറയാം വായിച്ചു നോക്കിയെന്ന് പറയും. എവിടാ വായിച്ചു നോക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ വന്നിട്ട് വഴിയില്ലെന്ന് പറയണത്? അപ്പോൾ വായിച്ചു നോക്കില്ലെന്നല്ല എൻ്റെ അർത്ഥം. അച്ഛൻ ഒരു അബദ്ധം പറ്റിപ്പോയി, ചതിയായിപ്പോയി. എന്ത് പറ്റി?
പ്രമാണം കിട്ടി, പക്ഷേ അതിൻ്റെ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വഴിയില്ലെന്ന്. പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പോടാ, അതിനുവേണ്ടി പ്രളയം വരേണ്ടി വരും മിക്കവാറും. അതാ പ്രശ്നം. അതാ വായിച്ചു നോക്കില്ലെന്ന് അർത്ഥം. ഇങ്ങനെ കുറേ അണ്ണന്മാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട് വായിച്ചു നോക്കാതെ കറക്റ്റായിട്ട്. പക്ഷേ സത്യദാസ് അങ്ങനെയല്ല. ഏറ്റവും കാര്യങ്ങൾ വായിച്ചു നോക്കി, അതിൻ്റെ അത് നമുക്ക് തരുന്ന പ്രോമിസ് എന്താണെന്ന് നോക്കി. പ്രോമിസ് എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. എങ്ങനെയാണ്? ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, നിന്നെ ആശ്വസിപ്പിക്കണം. 33:14 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പുറപ്പാട് 33:14. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും കൈയടിച്ച് നിന്നോട് കൂടെ വരികയും ഹല്ലേലൂയ 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 നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അല്ല, പന്ത് കളി കാണാനല്ല കൂടെ വരണത്, മനസ്സിലായില്ലേ? ഞാൻ തന്നെ ഒന്ന് പറഞ്ഞു, ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. നിനക്ക് ആശ്വാസം നൽകുകയും ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ജീവിത വഴികളില് ഞാൻ പതറിപ്പോകുമ്പോഴേ എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ആശ്വാസം നൽകാൻ എന്റെ കൂടെ വരുമെന്ന് ഉടമ്പടിയിലൂടെ വാഗ്ദാനം ചെയ്ത ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 33:14 എന്താണ് പറയണത്? ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പൊ സത്യദാസ് അത് അതുപോലെ വിശ്വസിക്കുകയാണ്. പലർക്കും പറ്റാൻ പറയുന്ന അബദ്ധം എന്താണെന്നറിയാമോ? എല്ലാവരും ഇടിച്ചു തല്ലി ഉടമ്പടി ചെയ്യും, അവിടെ പറയണതൊക്കെ കേൾക്കണത് എപ്പോഴാണ് ഈ ക്ലാസ് തീരണ അറിയത്തില്ല, കുറേ ഇനി എത്ര സമയം എടുക്കുമോ? 1 മണിക്കൂർ എടുക്കുക. അപ്പോൾ ഈ താഴെപ്പോയിട്ട് എന്തായിരിക്കുക? താഴെപ്പോഴും 1.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കണം? ഇങ്ങനെയാണ് ആൾക്കാർ നിൽക്കണത്. അതുകൊണ്ടാണ് ഉടമ്പടി ചില ആൾക്കാർക്ക് കൊടുക്കണത്. ആ സത്യദാസ് അങ്ങനെയല്ല. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. അപ്പോൾ കർത്താവ് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? എനിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എന്നെ ആശ്വസിക്കാതെ എനിക്ക് എൻ്റെ വസ്തു കണ്ടവൻ കൊണ്ടുപോയില്ലേ? ഞാൻ പഞ്ചായത്ത് ചെല്ലുമ്പോൾ അവരെന്നെ തല്ലാനും കൊല്ലാനും എന്നെ പോലെയാണ് എന്നെ നോക്കണത്. അപ്പം ഞാൻ ഇനി അടുത്ത് പോകാനാണ്, എനിക്ക് കർത്താവേ ഉള്ളൂ. എന്നിട്ട് ഈ മനുഷ്യൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി കാശ്വര്യം കൊണ്ട് വിശ്വാസം പ്രമാണം ചൊല്ലിക്കൊണ്ട് പഞ്ചായത്ത് ആഫീസിൽ പോകും. ഇയാളെ ഓടിച്ചിട്ട് തൊഴിച്ചെന്ന് പറഞ്ഞിട്ടാണ് ബഹളം ഉണ്ടാക്കി വിരട്ടി ഓടിച്ച് സെക്രട്ടറി എടുത്ത് ചെല്ലും. അപ്പോൾ സംഭവിക്കണം, ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉടമ്പടി കാശ്വര്യം ഹോൾഡ് ചെയ്തുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഈ മനുഷ്യൻ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ സെക്രട്ടറി കസ്റ്റഡി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പറയും, നിങ്ങളുടെ കാര്യമെല്ലാം സെറ്റാകാൻ പോകും, ഞാൻ ഇന്ന് തന്നെ അത് കറക്റ്റ് ചെയ്തോളാം. വിതിൻ നോ ടൈം 2 കടയും പുള്ളിയുടെ പേരെഴുതി കൊടുത്തിട്ട് രസീതും കൊടുത്ത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ ഫലപ്രാപ്തി ഇരിക്കുന്നത് ഈ വാഗ്ദാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഗ്ദാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവം നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. ഇപ്പോൾ അൻസമ്മ മാനന്തവാടിയുടെ സാക്ഷ്യമുണ്ടായി. ഈ ദിവസങ്ങളുണ്ടായിരുന്ന സാക്ഷ്യങ്ങളിൽ രസകരമായ സാക്ഷ്യം. അൻസമ്മ നമ്മളെ ഉടമ്പടി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പോലും പറയാത്ത കാര്യം അവർ പറയുന്നുണ്ട്. എന്താ അൻസമ്മ പറഞ്ഞ വെച്ചാൽ അൻസമ്മയുടെ വഴിയില്ല, നടക്കാൻ വഴിയില്ല. കണ്ടവൻ്റെ വഴി കൂടി തന്തക്കുളി കേട്ട് വേണം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. സങ്കടകരമായ അവസ്ഥയാണ്. വഴിയില്ലെങ്കിൽ അറിയാമല്ലോ നിങ്ങൾക്ക്. വഴിയില്ലെങ്കിൽ എന്താണ്? മക്കളെ കെട്ടിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ വഴിയില്ലെന്നും പറഞ്ഞ് ആൾക്കാർ പോകും. അതുകൊണ്ട് ആൻസം വളരെ പരുങ്ങലാണ്, ജീവിതം പരുങ്ങലാണ്. ലൈഫില്ല, ജീവിതമില്ല. അപ്പം ജീവിതമില്ലാത്ത കൊണ്ട് എന്താ പറയണത്? എൻ്റെ ആത്മാവിനെ. അപ്പം എസെക്കിയേൽ 17:14 ഒന്ന് വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അപ്പം ലൈഫ് നഷ്ടപ്പെട്ട എന്താ മാർഗം? എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലെ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പൊ നമുക്ക് വാസയോഗ്യമല്ലാത്തൊരവസ്ഥ വന്നാൽ അടുത്ത നടപടി എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും.
പിന്നെന്താ പറയണത്? നിങ്ങൾ ജീവിക്കാം, ഞാൻ നിങ്ങളെ നിന്റെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പം ചില ആൾക്കാർ പറയല്ലേ, അച്ഛാ വഴിയുമില്ല, മക്കൾക്ക് പെണ്ണും കിട്ടണില്ല, വിറ്റിച്ചിട്ട് പോകാൻ പോകുകയാണെന്ന് പറയും. എവിടെ പോകാനാണ്? എത്ര രൂപ കിട്ടും ചേച്ചി? പോയാലേ അവിടെ പോയാൽ നിങ്ങളെ വല്ലവർക്കും അറിയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെ താമസിച്ച പിന്നെ ഇങ്ങനെയുള്ള കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ വേറെ അബൌട്ട്സൊക്കെ തിരക്കി വരുമ്പോൾ നിങ്ങൾക്കിവിടെ ആകാശവും ഭൂമിയും ഇല്ല, വേരും കായും ഇല്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംശയിക്കത്തില്ലേ, ഇങ്ങനെ പോണത് ശരിയാണ്, വേറെ വഴിയുണ്ടെന്ന് നോക്കട്ടെ. അവിടെ വെച്ചാണ് ഞാൻ ഈ വിഷയം സെറ്റ് ചെയ്യണത്. ഞാൻ പറഞ്ഞ കർത്താവ് ഇവരെ വിടരുത്, ഇവരിത് വിറ്റിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി വാടക ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആകാശവും ഭൂമിയും പാരമ്പര്യം കുടുംബമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് എങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിലവാരത്തിൽ പെണ്ണ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുമെന്ന് പറയണത്. ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കുകയാണ്. ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും ലൈഫ് ത്രട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നിങ്ങൾ അപ്പം തന്നെ സ്പിരിച്വലായിട്ട് എംപവർ ചെയ്യണം. അതാണ് പറഞ്ഞത്. 37:14 ഭയങ്കര വചനമാണ്. എസെക്കിയേൽ എന്താണ്? ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം. അപ്പം നമ്മളുടെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉള്ള മാർഗം എന്താണ്? ആത്മാവിൽ നവീകരിക്കണമാണ്. വെരി വെരി സിമ്പിളാണ് സംഭവം. ആൻസമ്മ അങ്ങനെ ഒരാളാണ്. ആൻസമ്മ എന്താ ചെയ്തെന്നറിയാമോ? ഉടമ്പടി പ്രകാരം കൃത്യമായിട്ടാണ് ജീവിക്കുന്ന ആൾ. നിനക്കറിയാമല്ലോ, ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതിയല്ല, ജീവിത രീതിയാണ്. അപ്പോൾ ഉടമ്പടി പ്രകാരം ജീവിച്ചിട്ട് ആൻസമ്മ പറഞ്ഞു, ഈ കിട്ടാത്ത വഴിയിലൂടെ ആൻസമ്മ എപ്പോഴും പോവും, എല്ലാ ദിവസവും. എങ്ങനെയാണെന്ന് അറിയുമോ? പച്ചത്തിരി കത്തിച്ചുകൊണ്ട് പോവും. പച്ചത്തിരി കത്തിച്ച് പ്രത്യക്ഷനും പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോവും. എന്നിട്ട് ആൻസമ്മ പറയണത്, ഈ പച്ചത്തിരിൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഞാൻ പറയും, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവേ, കൃപാസനം മാതാവേ, കുളിർ കോരിപ്പോ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നമ്മൾ പ്രത്യക്ഷനെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ആൻസമ്മ ചെല്ലുന്ന പ്രാർത്ഥന എന്താണെന്നറിയാം? അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെല്ലിയാലേ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തുള്ളൂ? ആദ്യം വിശ്വാസ പ്രമാണം ചെല്ലണം, അല്ലേ? അതിലാണ് ഈ സംഭവം. വെടിമരുന്ന് മുഴുവൻ ഇരിക്കണം അവിടെയാണ്. വെടിമരുന്ന് നമ്മൾ ഈ വിശ്വാസ പ്രമാണത്തിലിരിക്കുന്ന വെടിമരുന്നിനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊണ്ട് കത്തിക്കണം നമ്മൾ ചെയ്യണത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സാധൂകരിക്കുക, നീതീകരിക്കുക എന്നുള്ളത് അമ്മയുടെ ചുമതലയാണ്. അമ്മ സമയ കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് വരെ ദുരന്തമൊഴിഞ്ഞിട്ട് കേരളത്തിലെ ലോകത്തിലെ നേരമില്ല. നമ്മളും തന്നെയും ഓരോ വ്യക്തി ദുരന്തങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പറ്റിയ പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥനയായിട്ട് അമ്മ തന്നതാണ്. അപ്പോൾ അതിലുള്ളതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീയാണ്, പക്ഷേ വിശ്വാസ പ്രമാണം വെടിമരുന്നാണ്. ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തീ വെടിമരുന്ന് കൊടുക്കുമ്പോഴാണ് ഈ സംഭവം പൊട്ടണത്. ആൻസമ്മ രണ്ടും ചൊല്ലിക്കൊണ്ടാണ് ചെയ്യണത്. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പച്ചത്തിരി പിടിച്ചുകൊണ്ട് ആണ് ഈ കിട്ടാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ്. അധികം സഞ്ചരിക്കേണ്ടി വന്നില്ല. 41 ദിവസം സഞ്ചരിച്ചപ്പോൾ ഈ വഴി അവളുടെ പേരിൽ എഴുതി കിട്ടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ എന്താ നമ്മൾ വായിച്ചത്? എസെക്കിയേൽ എന്താ വായിക്കുക? എങ്ങനെയാണ് നമ്മൾ ജീവിക്കണത്? ജീവിതം കൈമോശം വന്നു പോയാൽ, പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ നമ്മൾക്ക് ഡീപ്രമോഷനായി, PR കിട്ടണില്ല, വസ്തു വിൽക്കാൻ പറ്റണില്ല, വസ്തു എടുക്കാൻ പറ്റണില്ല, വീട് സ്ഥലവുമില്ല, ഇങ്ങനെ ജീവിതം പോയാൽ എന്ത് ചെയ്യും? അതായത് അത് എസെക്കിയേൽ പറയണത് എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആൻസമ്മ എങ്ങനെയാണ് ജീവിതം തിരിച്ചു പിടിക്കണത്? കിട്ടാത്ത വഴി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കിട്ടാത്ത വഴിയിലൂടെ പച്ചത്തിരിയും പിടിച്ച് പ്രപഞ്ചപ്രദ മാതാവിനെ മധ്യസ്ഥം ചേർത്തുകൊണ്ട് നടക്കും. അത് വിശ്വാസ പ്രയോഗ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ ഇത് ചെയ്യിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇത് വിശ്വാസം ഒരു ആത്മാവാണ്. അതാണ് ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവാണ് ആൻസമ്മയെ വർക്ക് ചെയ്യണത്. ഐസയ 11:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശയ്യ 11:2. ഐസയ 11:2. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, അവന്റെ മേൽ ആവസിക്കും. വായിച്ചോളൂ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇതെല്ലാം കൂടുന്നതാണല്ലോ വിശ്വാസം. അതായത് കർത്താവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് ജ്ഞാനമുണ്ട്, അറിവുണ്ട്,
വിശ്വാസമുണ്ട്, അങ്ങനെ എല്ലാമാണ്. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ, ഇപ്പോൾ സത്യദാസ് പഞ്ചായത്തിലേക്ക് പോവുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കൂടെയുണ്ട്, ഇനി കർത്താവായിരിക്കും എനിക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്, അതൊരു ജ്ഞാനമാണ്, അതറിവാണ്, കർത്താവിൻ്റെ ആത്മാവാണ്. കൈയിടിച്ച് കർത്താവ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായി കഴിയുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും ആത്മാവ്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മാവ് നിങ്ങളിൽ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണം, അല്ലേ? അങ്ങനെ ആത്മാവ്, കാരണം ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എസെക്കിയേൽ 37:14 അനുസരിച്ച് കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, ആത്മാവിനെ തിരിച്ചു പിടിക്കുക എന്നാണ്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ അപ്പോഴാത്മാവിൽ ആത്മാവ് നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എഫേസ്യൻസ് 4:30. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്നിലുള്ള പരിശുദ്ധാത്മാവ് സാഡാണോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വന്നാൽ ആത്മാവ് ഇറങ്ങിപ്പോവും, വർക്കിംഗ് കണ്ടീഷൻ ആകത്തില്ല. ആത്മാവ് സാഡാണെന്ന് നോക്കണം, ദുഃഖിപ്പിക്കരുത്. കാര്യം ആത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ത്രിത്വിക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരേ സമയത്ത് സത്തയിൽ ഏകനും വ്യക്തിത്വത്തിൽ മൂന്നുമാണ്. സത്തയിൽ ഏകനാണ്, വ്യക്തിത്വത്തിൽ മൂന്നാണ്. നമുക്കൊരു ഐസ് കട്ട പോലെ നമ്മൾ മനസ്സിലാക്കാതെ, ഐസ് കട്ടയായിട്ടിരിക്കും, അല്ലേ? ഐസ് കട്ടയായിട്ടിരിക്കും, വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടാകും, അപ്പോൾ ദ്രാവകമായി അതിൽ നിന്ന് വാതകം മേലോട്ട് പോകണ്ടാകും, ഇല്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഒരു 3 വ്യക്തിത്വം ഇവിടെ കാണുന്നുണ്ട്. അതേസമയം സത്തരി സംഭവം എച്ചിട്ടുവാണ്. മുകളിലോട്ട് പോകുന്ന വായുവും താഴേക്ക് വീഴുന്ന വെള്ളവും ഖരമായിട്ടിരിക്കണം, എല്ലാം ബേസിക്കായിട്ട് എച്ചിട്ടുവാണ് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ദൈവം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ശക്തിയുമാണ്, അതേസമയം തന്നെ സത്തയിൽ ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുന്നത് എന്താണ്? ദൈവം ബേസിക്കായിട്ട് സത്തയിൽ ശക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനവും 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, അതേസമയത്ത് ശക്തിയാണ്, കാരണം ദൈവമായതുകൊണ്ടാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി, അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ നടപടി പുസ്തകത്തിന് 1:8 അനുസരിച്ച് പരിശുദ്ധാത്മാവ് ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നടപടി പുസ്തകത്തിന് 1:4 പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പിതാവിൻ്റെ വലതുവശത്തിരിക്കുമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്തിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ പിതാവ് ശക്തിയാണ്. സത്തയിൽ ശക്തിയായ ദൈവമാണ്. വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൽ നമ്മൾ വ്യക്തിയായി നമ്മൾ വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശക്തിയായതുകൊണ്ട് തന്നെ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാ നിർവീര്യമാക്കാനുള്ള സാധ്യത നമ്മൾ ഉടമ്പടിക്കാരൻ മുൻകൂട്ടി കാണണം. 1 Thessalonians 5:19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, തെസ്സലോനിക്ക 5:19. 1 Corinthians 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. കാഴ്ച പോയിന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പൊ നിർവീര്യമാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തിയായത് കൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത് 1 Thessalonians 5:19. പക്ഷെ വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത് എഫേസ്യസ് 4:30. അതുകൊണ്ട് ശക്തിയും വ്യക്തിയുമായ പരിശുദ്ധാത്മാവും നിങ്ങളിൽ വസിക്കുന്നതാണ്. അതേതാണ്? എസെക്കിയേലിൻ്റെ 37:14 നിങ്ങൾ ജീവിതം കൈമോശം വന്നു പോയാൽ ശക്തിയും അതുപോലെ തന്നെ വ്യക്തിയുമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിക്ഷേപിക്കുമെന്ന്. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധാത്മാവിലേക്ക് ഇപ്പോൾ ടോക്ക് വരാൻ കാരണം എന്താണ്? എസെക്കിയേൽ 37:14 ജീവിതം കൈമോശം വന്നു പോയാൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് ജീവിതം തിരിച്ചു പിടിക്കണത്.
അപ്പോൾ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതം തിരിച്ചു പിടിക്കലാണ്. അതിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ദൈവം എന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യണത്. വ്യക്തി ശക്തിമായ ആത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കുകയാണ് ചെയ്യണത്. അപ്പോഴെന്താ സംഭവിക്കണത്? ഈ പരിശുദ്ധാത്മാവ് വേദനിക്കാതിരിക്കാനും നിർവീര്യമായി ഇപ്പം പരിശുദ്ധാത്മാവ് എഫെസ്യസ് 4:30 അനുസരിച്ച് വേദനിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് 1 Thessalonians 5:19 അനുസരിച്ച് നിർവീര്യമാകാതിരിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 2:14. ടേക്ക് ദ ബെഡ് അപ്പോൺ ഫിലിപ്പിയർ 2:14. ശ്രദ്ധിക്കണേ. ഫിലിപ്പി 2:14. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തിയായും ശക്തിയായും പുലരാൻ വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്? കുറ്റമറ്റ ദൈവമക്കളായിട്ട് കാര്യമില്ല. പിന്നെന്താണ്? കുറ്റമറ്റ ദൈവമക്കളായാൽ മാത്രമേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. ആത്മാവിന് നിങ്ങളെ നയിക്കണ്ടേ? ആത്മാവ് ഉണ്ടായാൽ മാത്രം പോരല്ല, ആത്മാവ് നിങ്ങളെ നയിക്കണ്ടേ? എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാകാം, പരിശുദ്ധ മാലാഖയുമാകാം. അപ്പം നമുക്ക് മുമ്പേ പോകാനും ഇപ്പം നമ്മളെന്താ പറയണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ പിതാവ് മാത്രമല്ല, പുത്രൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ പോകുന്ന വ്യക്തിയും ശക്തിയും അതെന്താണ്? ഞാൻ നിങ്ങൾക്കൊന്നും ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവരില്ലേ ആൾക്കാർ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ആൾക്കാർ പറയുമല്ലോ, ഞങ്ങൾക്ക് അച്ഛാ ഭാഗവടമ്പടി നടക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു, എന്നിട്ട് തിരിച്ചു കിട്ടണില്ല, ഞാൻ ഒരുത്തനെ സഹായിച്ചു, ഇപ്പോഴവനത് തിരിച്ചു തരണില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എതിരെ കള്ളക്കേസ് വരെ കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ വരണത്. അവൻ്റെ പിടിച്ചു നിൽപ്പിനെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് മുമ്പ് നിങ്ങളിനി അവൻ്റെ അടുത്ത് പോണ മുമ്പ് എന്താ ഐസയ 45:2 ഉണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും, അത് ദൈവത്തിൻ്റെ ആദ്യകാലം പോലെയുള്ള നടപടിക്രമങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യുമെന്ന് കൈയടിച്ച് കർത്താവല്ലേ. ലോൺ തരത്തില്ല, നിങ്ങളുടെ മൂത്ത മകൻ്റെ ലോൺ കൊടുത്തിട്ടുണ്ട്, ആ വിദ്യാഭ്യാസ ലോൺ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള മകന് ലോൺ തരത്തില്ലെന്നൊക്കെ പറയുമ്പോഴേ എത്ര ഉടമ്പടി നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എത്ര പേരാണ്? ഒരു ബാങ്ക് തന്നില്ലെങ്കിൽ അവിടെ പിത്തളവാതിലാണെങ്കിൽ കർത്താവ് തകർത്തുകൊണ്ട് അടുത്ത വാതിലൂടെ കർത്താവ് നിനക്കത് തരും. നീ മനസ്സ് തിരിച്ചു പോകേണ്ട കാര്യമില്ല. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോകും, പിത്തളവാതിൽ തകർക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും, മലകൾ നിരപ്പാക്കും, കൈയടിച്ച് കർത്താവല്ലേ. കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കും. ഇതിൻ്റെ മെക്കാനിസം ഡൈനാമിക്സും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ വചനം എങ്ങനെയാണ് ഇപ്പോൾ പരിശുദ്ധാത്മാ നയിച്ചുകൊണ്ട് പോണത്? അതായത് 1 എസെക്കിയേൽ ഇവിടുന്ന് കിട്ടിയത്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ദേശീയ ഇതൊക്കെ പറയണത് നേരത്തെ പറഞ്ഞല്ലല്ലോ. എസെക്കിയേൽ 37:14 എന്താ പറയണത്? നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെട്ടാൽ ഞാൻ റീസ്റ്റേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളുടെ കയക്കുമെന്ന് പറയാം അല്ലേ? അപ്പോൾ ആത്മാവ് വന്നാലും ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണ്ടേ? ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് എന്താ ഇപ്പോൾ ഉദാഹരണത്തിന് റോമർ 8:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 റോമർ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ഒന്ന് പറഞ്ഞേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇപ്പൊ പിടികിട്ടിയ? അതായത് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ, നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ വരികയല്ലേ, ഇപ്പോൾ ഈ IELTSകാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുമല്ലോ പരീക്ഷയ്ക്ക്. ഇപ്പം ഞാൻ അവിടെയൊക്കെ തലയൊക്കെ കൈവച്ച് സൈത്തൊക്കെ പൂശി കൊടുക്കും. അവർക്ക് നെറ്റിക്ക് പൂശും,
ഓർമ്മശക്തിക്ക് പൂശും, ഫോർഹെഡിന് പൂശും, എല്ലാ പ്രത്യേക പ്രാർത്ഥനയുണ്ട് അതിനെല്ലാം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ അച്ഛൻ നിങ്ങൾ അങ്ഷം ചെയ്തിട്ടുണ്ട്, നിങ്ങളായിട്ട് ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയുന്നത് മക്കളെ ഇപ്പോൾ പരീക്ഷ വരെ എങ്കിലും നിങ്ങളത് കീപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് കീപ്പ് ചെയ്യണം. പക്ഷെ അതല്ല, ഇൻറ്റൻസീവായിട്ട് പരീക്ഷ വരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചേട്ടന്മാരുമായിട്ട് അടിയുണ്ടാക്കാനൊന്നും പോരുതെന്ന് പറയും. ഇപ്പോൾ ഇപ്പോൾ അനിയത്തിയുമായിട്ട് അടി വെക്കുമല്ലേ ഇതിൽ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മത്സരമൊക്കെ വരത്തില്ലേ. ഇപ്പോൾ ഒരു ഇസ്തിരി ഇടണമെന്ന് വിചാരിച്ചോ, ചേർത്തിയോട് അമ്മ പറയും, എടി ആ ഷർട്ടൊന്ന് ഇസ്തിരി ഇട്ടാൽ അവനിപ്പോൾ വരും, അവനിപ്പോൾ സ്ഥലത്ത് പോകേണ്ടതാണെന്ന് പറയുമ്പോൾ ഇവൾ പഠിച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പോൾ അവൾ പറയും, എനിക്ക് പറ്റത്തില്ല മമ്മി, അനിയത്തിയോട് ഞാനാണിത് കഴുകിയിട്ടത്, അവളവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളോട് പറയാൻ പറയും. അപ്പോൾ അവൾ പറയും, ഞാൻ വേറെ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിയോട് പറയാൻ പറയും. ഇവർ തമ്മിൽ മത്സരമാകും. പക്ഷേ പ്രശ്നം എന്താണ്? ആത്മാവ് നിർവീര്യമാകും. അതുകൊണ്ടാണ് ഫിലിപ്പ് 2:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പി 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അടുത്തത്, അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. ദൈവമക്കളായ മാത്രം പോരാ, പിന്നെ എന്താണ്? കുറ്റമറ്റ ദൈവമക്കളാകണം. ദൈവമക്കളാകും എല്ലാവരും ജ്ഞാനസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കളാകുമല്ലോ, ഇല്ലേ? ഇപ്പം ജ്ഞാനസ്ഥാനത്തിൻ്റെ കുദാശേൻ്റെ അർത്ഥം എന്താണ്? ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷമുണ്ട്, അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കുദാശയാകുന്നു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകും ജ്ഞാനസ്ഥാനപ്പെട്ട, പക്ഷെ കുറ്റമറ്റ ദൈവമക്കളാകണം. ഇവിടെയാണ് പ്രശ്നം. ജ്ഞാനസ്ഥാനം ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ താങ്ങാത്തതിൻ്റെ കാരണം ജ്ഞാനസ്ഥാനപ്പെട്ടവരെ കുറ്റമത്തോടെയാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടാതെ വരും. നമുക്ക് സബ്സിഡിയൊക്കെ അനുവദിച്ചിട്ടുണ്ട്, ഗ്രാൻറ്റ് ഉണ്ട്, സബ്സിഡിയും ഉണ്ട്. അപ്പോഴേ ഗ്രാൻറ്റ് സബ്സിഡി ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചെന്നുവെച്ചും സാറേ സബ്സിഡി കിട്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവർ തന്ന കാശ് എങ്ങനെ മുടക്കിയെന്ന് ചോദിക്കും. അവർ തന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് കാണും, അപ്പോൾ പിന്നെ സബ്സിഡി ഇല്ല. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് ഇതിൻ്റെ വരുന്ന വിഷയം. അതായത് ജ്ഞാനസ്ഥാനം തന്നെ നമ്മൾ പെടുമ്പോൾ ഓർക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പരിശുദ്ധാത്മാവിനെ ജീവിതകാലം മുഴുവൻ ദുഃഖിപ്പിക്കാതെ ആത്മാവിൽ ജീവിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ജീവിതം കൈവിട്ടു പോയാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വക്രതയാർന്നതും ദുഷ്ടമായുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നീ അവിടെ നിഷ്കളങ്കമായൊരു മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിനെ ബലപ്പെടുത്തിയാൽ എന്താ ഗുണമെന്നറിയാവോ? എന്താ ഗുണം? പിന്നെ നമ്മളായിരിക്കില്ല. ഈശോ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമേ, മക്കളെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്നും പറഞ്ഞ സംഭവമുണ്ട്. ഇമ്മീഡിയറ്റ് മെമ്മറി നിങ്ങൾക്കുള്ള ലോക്കൽ മെമ്മറിയാണ്. നിങ്ങൾ പച്ച മഷി കൊണ്ട് വരച്ചും ചുവപ്പ് മഷി കൊണ്ട് വരച്ചും നക്ഷത്ര ചിഹ്നമൊക്കെ കിട്ടും പാഠപുസ്തകത്തിൽ ലോക്കൽ മെമ്മറി ഉണ്ടാക്കി. ദാറ്റ് ഇസ് ക്രിയേറ്റഡ് മെമ്മറി. നമുക്ക് സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത്, ലാംഗ്വേജ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള അറ്റ് എ ടൈം മെമ്മറിയാണ്, ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ സമയത്ത് കിട്ടണം. നിങ്ങൾ പറയത്തില്ല പരീക്ഷയുടെ സമയത്ത് ആ മെമ്മറി പോയി. എങ്ങനെ മെമ്മറി പോണത്? അത് നിങ്ങൾ എന്തെങ്കിലും ഇമോഷണൽ കോഷിങ് ഉണ്ടാകുമ്പോൾ അത് പോകും. അല്ലെങ്കിൽ നിങ്ങൾ പോണ വണ്ടി ഒരു വേറെ ഓട്ടോറിക്ഷ വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരന്മാരെല്ലാം തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേനും നിങ്ങൾ പഠിച്ചതെല്ലാം മറന്നു പോകും. ഇത് പ്രശ്നം അതാണ്. ഒരു കാഷ്വാലിറ്റി, ഞാൻ കാഷ്വാലിറ്റി വരെ ബ്ലോക്ക് ചെയ്താണ് നിങ്ങളെ പ്രാർത്ഥിച്ച് വിടുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മെമ്മറി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രേയർ ചെയ്യണത്. അതെല്ലാവർക്കും അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ 12 വർക്കൗട്ട് ചെയ്തേ. ലൂക്കായുടെ സുവിശേഷം 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ആ സമയം, അറ്റ് എ ടൈം, ഓൺ ടൈം, ലൈവായിട്ട്. അത് നമ്മൾ, അതായത് ചില സമയത്ത് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ വേറെ എവിടെയായാലും ഈ അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് വിവേകവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. വിവേകം, വിജ്ഞാനം, ജ്ഞാനപരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ജ്ഞാനവരത്തിൽ നിന്നാണ് അറ്റ് എ ടൈം മെമ്മറി കിട്ടുന്നത്. ഇപ്പം മദർ തെരേസയുടെ തെണ്ടി നടക്കുകയായിരുന്നു ഒരേ സ്ഥലത്ത് അല്ലേ. മക്കൾ കുറേയധികം ഭയങ്കര ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുള്ള കാരണം മദർ അവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൽക്കട്ടയുടെ തെരുവിൽ ആദ്യ കാലങ്ങളൊക്കെ ഒരേ സമയത്ത് ഒരേ കടയിൽ പോയി തെണ്ടുമായിരുന്നു പാത്രം കാണിച്ച്. അപ്പോൾ ഉടനെ അവർ ചിലർ തുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ മദർ എന്താ പറയണത്? ദാറ്റ്സ് ഓക്കെ, ദിസ് ഈസ് ഫോർ മീ. ഇനി എനിക്ക് എല്ലാം എൻ്റെ മക്കൾക്കുള്ളത് തരാൻ പറയും. ഇത് എനിക്കുള്ളതാണ്, ഇനി എൻ്റെ മക്കൾക്കുള്ളത്. അത് അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് ജ്ഞാനവരവാ. അയാളുടെ ഹൃദയം അലിഞ്ഞുപോയി. ആ സമയത്ത് നിങ്ങൾ അതാണ് ലൂക്ക 12:12. അതായത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് തരും. അക്കരെ ആ മനുഷ്യൻ്റെ ഹൃദയം ഇളക്കാൻ വേണ്ടി, മലകളെ നിരപ്പാക്കാൻ വേണ്ടി, ഇരുമ്പോടാമ്പൾ ഒടിക്കാൻ വേണ്ടി, പിച്ചള തകർക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ വരവാണത്, ജ്ഞാനവരത്തോടെ വരവാണത്, കൃപയിലുള്ള വരവാണത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്, നീരുവിരിയമാക്കണമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥപ്രധാനം കൈയടിച്ച് കിടത്താൻ ശ്രദ്ധിക്കട്ടെ. ചെയ്യണത് എല്ലാം എന്താ ചെയ്യണത്? റീസെറ്റിൽ ചെയ്യണത് എല്ലാം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളെ കയക്കും. ഐ വിൽ റീസെറ്റിൽ യു ഇൻ യുവർ ഓൺ സോയിൽ. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ സ്ഥലത്ത് തന്നെ, നിനക്ക് യുക്തമായ സ്ഥലത്ത്, നിൻ്റെ സ്ഥലത്തെന്ന് പറയുമ്പോൾ നിൻ്റെ അപ്പനിടയ്ക്ക് നിനക്ക് ഓഹരി കിട്ടിയ സ്ഥലമെന്നല്ല അർത്ഥം. നിൻ്റെ ജീവിതം പുലരാൻ ദൈവ പൈതലേ, നിനക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്നെ കർത്താവ് പുനഃസ്ഥാപിക്കും. കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് നിൻ്റെ ജീവിതം പുലരാൻ അനുയോജ്യമായ ഇടമാണ്. അതാണ് യുവർ ഓൺ സോയിൽ. നിനക്ക് നിൻ്റെ ജീവിതം പുലരാൻ ഭയങ്കര ആഴമായ അർത്ഥമാണ്. ചിലപ്പോൾ കാനഡയിലായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കും, ചിലപ്പോൾ വേറെ രാജ്യങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ രാജ്യം തന്നെയായിരിക്കും. ഇൻ യുവർ ഓൺ സോയിൽ ദൈവം നിനക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഇടത്ത് നിന്നെ എത്തിക്കും. എപ്പോഴാണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ആവസിപ്പിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ആഗ്രഹപ്രകാരം ഹിതപ്രകാരം എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ ജീവിതം പുലരാനുള്ള ഭൗതിക സാഹചര്യങ്ങള് എനിക്ക് വേണ്ടി നീ ഒരുക്കുമെന്ന് അത് എന്നിൽ ചൊരിയുന്ന ആത്മാവിന്റെ ഫലത്താലാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഈ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിന് വിഖ്യാതമായി വരുന്ന നിലപാടുകൾ, പെരുമാറ്റ രീതികൾ നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. എഫെസ്യസ് 4:29. Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസ്യസ് 4:29. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അതാണ് പ്രശ്നം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പറഞ്ഞേ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പൊ സംസാരിക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് പാർട്ടിക്ക് ഗുണകരമായ കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താ കാര്യം എന്നറിയാവോ? ഇപ്പം നീതിയുടെ വിഷയമാണെങ്കിൽ നീതിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കണം, സത്യത്തിൻ്റെ വിഷയമാണെങ്കിൽ സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കണം. അല്ല, സംസാരിക്കാതിരിക്കേണ്ട അവസ്ഥയില്ല അവിടെ. പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ ഇപ്പോൾ തന്തൊക്കെ വിളിച്ചെന്ന് പറഞ്ഞാൽ നീ തിരിച്ചു വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നീ അവരും തമ്മിൽ എന്നാ വ്യത്യാസം ഇരിക്കണത്? ഉടമ്പടിയിലുള്ളവർ ദൈവമായിട്ട് ഉടമ്പടിയിലുള്ള കാര്യം മറന്നു പോകരുത്. ടിൻഡുവിൻ്റെ സാക്ഷ്യമുണ്ട് കഴിഞ്ഞ ദിവസത്തെ. ടിൻഡുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ടിൻഡു മാനന്തവാടിയാണ്.
അപ്പോഴെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ വേണം, നടക്കണില്ല. അവർ ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് ചിന്നു എന്താ ചെയ്തതെന്നറിയാവോ? ഇത് നടക്കണില്ലെന്ന് കണ്ടപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പ്രേക്ഷിത പേര് ഡബിളാക്കി. ഡബിളല്ല അവർ പറഞ്ഞേ 1 കെട്ട് പത്രമാണ് ഞാൻ മേടിക്കേണ്ടത്, അതിന് പകരം ഞാൻ 4 കെട്ട് പത്രം മേടിച്ചു. ഒരു ചുമടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ വേറെ ഒരു ചുമടുണ്ടായിരുന്നു, ഞങ്ങളുടെ ലഗേജ് എല്ലാം കൂടി. എന്നിട്ട് ഞാനും ഭർത്താവും കൂടി അതെല്ലാം ഓടി നടന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊടുത്തു. ചില ആൾക്കാർ നാട്ടിൽ കൊടുക്കണില്ല. അതാ ചില ആൾക്കാർ ഉടമ്പടി കൃപാസനം പത്രം നാട്ടിൽ കൊടുക്കണില്ല. അവരിവിടെല്ലാം പോയിട്ട് ഞാൻ തമിഴ്നാട്ടിലൊക്കെയാണ് കൊടുക്കുന്നത്. എന്നെ കണ്ടാൽ മിണ്ടല്ലേ എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് അപ്പം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ, നിങ്ങൾ ദൈവത്തെ പുച്ഛിക്കുന്നു എന്നുള്ളതും കാര്യം കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യം കരകയും ചെയ്യണം, കിറിയും നന്നാകണം. എന്ത് കഷ്ടമാണ്. കാരണം ഞാൻ കിറി നന്നാകുക ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അപമാനമുണ്ട്. ഇത് ഡിസ്റ്റാറ്റസിങ്ങിൻ്റെ ഒരു ലോ സ്റ്റാറ്റസിങ് ഉണ്ട്. ഞാൻ കൃപയുടെ വഴികൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇത് പെക്ഷിത്ത ബൈബിൾ എന്താ പറയണത്? POC ആണ് പറയണത്. നിങ്ങളുടെ ആത്മാവിനെ നന്മയുടെ നല്ല വാക്കുകൾ പക്ഷേ പെക്ഷിത്ത ട്രാൻസ്ലേഷൻ എന്താ പറയുന്നത് അറിയാവോ? കൃപയുടെ വാക്കുകളെന്നാണ് പറയണത്. മറ്റുള്ളവന് ഉന്നതി ഉണ്ടാകാൻ വേണ്ടി കൃപയുടെ വാക്കുകൾ സംസാരിക്കണമെന്ന്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കർത്താവിന് എവിടെയാണ് കൊടുക്കാൻ ചാലഞ്ചുള്ളത് അവിടെയാണത് ചെയ്യേണ്ടത്. നിങ്ങളെ ഈസി സോണിലേക്കാണ് പോണത്. കാരണം നിങ്ങളുടെ ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടുള്ള കൂട്ടുകാരില്ല, ആരുമില്ല. അജ്ഞാതമായ സ്ഥലത്ത് അപരിചിതമായ മേഖലയിൽ പോയി കർത്താവിന് വേണ്ടി ഇരുട്ടത്ത് ജോലി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇരുട്ട് കുത്തി പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം, അവർ വെളിച്ചത്തിലേക്ക് വരണം. നിങ്ങൾ എന്ന് വെളിച്ചത്തിലേക്ക് വന്ന് നട്ടല്ലോടുകൂടി, നിങ്ങൾക്ക് നട്ടലില്ല, വാഴപ്പിണ്ടിയല്ലേ വെച്ച് കെട്ടിരിക്കണേ. കർത്താവിൻ്റെ അതായത് നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ ഈ ഉടമ്പടി പത്രം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൃപാസനം പത്രം കൊണ്ട് വേറെ നിങ്ങളെ അറിയാൻ പാടാത്ത സാഹചര്യത്തിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മീയമായിട്ട് നിങ്ങളെ വെച്ച് കെട്ടിരിക്കുന്നത് വാഴപ്പിണ്ടിയാണ്, നട്ടല്ലല്ല. നട്ടലുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ ഇപ്പം എന്താ ഇവളോട് പറയണത്? ഇവളോട് ഈ 1 കെട്ട് പത്രം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 4 കെട്ട് പത്രം മേടിച്ചിട്ട് ഭർത്താവുമായിട്ട് കൊണ്ട് നടന്ന് കൊടുക്കുകയാണ്. അപ്പം നാട്ടുകാരെ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ ഈ പണി ചെയ്യണേ എന്താണെന്ന്. ആൾക്കാരുടെ ചോദ്യം കണ്ടില്ലേ? അത് നമ്മൾ കേൾക്കണം. ആർക്ക് വേണ്ടി കേൾക്കണം? നമുക്ക് വേണ്ടി തുണിയില്ലാതെ ഒരു വ്രണമായി കിടക്കണില്ലേ ഈ മരത്തേൽ? അത് അവന് വേണ്ടി, നമ്മളെ വീണ്ടെടുത്തവന് വേണ്ടി നമ്മൾ കേൾക്കാൻ ബാധ്യതയാണ്. അവനാണ് ദൈവ പൈതൽ. അങ്ങനെ ദൈവ പൈതലാണെങ്കിൽ ഇതുപോലെ പറഞ്ഞു തരണ ആത്മാവും നമ്മളിൽ നിന്ന് സംസാരിക്കണം. ആത്മാവില്ലെങ്കിൽ നമ്മൾ പീഡിക്കും, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകും, എവിടെയെങ്കിലും മറയത്ത് കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ചു വരും. അപ്പോൾ എന്താ പറഞ്ഞത്? ഇവർക്ക് എന്താ ചെയ്യണം? അവൾ നട്ടലുള്ള വിശ്വാസിയാണെന്ന് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഒരു ഏജൻറ്റും ഇല്ലാതെ, അവർക്ക് ഏജൻറ്റില്ല, ഏജൻറ്റിന് 2 ലക്ഷം രൂപ പോകത്തില്ലേ, ഒരു ഏജൻറ്റും ഇല്ലാതെ ഒറ്റക്ക് ഭാര്യയും ഭർത്താവും കൂടി പണിയെടുത്ത് വിസ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും വിസ. ശ്രദ്ധിക്കട്ടെ. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ സ്വന്തം നാട്ടുകാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉടനെ വിശ്വാസം മറക്കും. എന്നിട്ട് പിന്നെ അവിടേക്ക് ഒന്ന് മുങ്ങിയിട്ട് വേറെ രാജ്യത്ത് പോയി നിങ്ങളെ പരിചയമുള്ള സ്ഥലത്ത് പോയി പ്രേക്ഷിത വരെ ചെയ്യും. ഇതൊരു നട്ടലില്ലായ്മയാണ് ശരിക്കും. നട്ടലോടുകൂടി കർത്താവിൻ്റെ തിരുസന്നിധി വന്നിട്ട് ഞാൻ വിശ്വാസിയാണ് എന്ന് ഏറ്റു പറയുന്ന സമയത്ത് വെച്ച് ദൈവം നിങ്ങളെ ഏറ്റെടുക്കും. കൈയിടിച്ച് കർത്താവ്. അപ്പോൾ അതിലൊരു ദൈവസ്നേഹമുണ്ട്. നമ്മളെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്ലേശം, ഒരു ആക്ഷേപം, അപമാനം ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമുക്ക് വേണ്ടി അപമാനം ഏറ്റെടുക്കുന്നവൻ്റെ കൂടെ അവനോട് കൂടെ നമ്മൾ ഐക്യ രൂപപ്പെടുകയാണ് ചെയ്യണത്. കർത്താവിന് വേണ്ടി ഒരു ഈശ്വരനെ ഇപ്പം നിങ്ങൾ തന്നെ ഇവിടെ വന്നിരിക്കണത് എങ്ങനെയാണ്? ആരെങ്കിലും പത്രം തന്നു കാണും, അതാണ് സംഭവം. അപ്പോഴവർ നാനോ മണോ നോക്കാതെ കർത്താവിൻ്റെ വേല ചെയ്തപ്പോഴാണ് നിങ്ങൾക്കത് കിട്ടിയതും നിങ്ങളിവിടെ വന്നതും. ഇനി സത്യദാസൻ്റെ ജീവിതം ഒരു കാര്യം, ജീവിതം കൈവിട്ട് പോയാലേ ഒരു അവസാന വാക്കല്ല, അവസാന വാക്ക് കർത്താവിൻ്റെ വാക്കാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം കേട്ട്, അതായത് അനിഷ വടക്കാഞ്ചേരി തൃശ്ശൂർ. അനിഷയുടെ വിഷയം എന്താണെന്നറിയാവോ? അനിഷ 4 കൊല്ലമായിട്ട് അനിഷയ്ക്ക് മക്കളില്ല. 4 കൊല്ലമായിട്ട് അനിഷയ്ക്ക് മക്കളില്ല. അപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ശരീരത്തിന് തിന്നുന്ന ഒരു തരം സംഭവമാണ്, മരുന്നില്ല അതിന്. അപ്പം അതിന് ജീവിതം, അത് കോശങ്ങൾ ദ്രവിക്കാതിരിക്കാനും
കോശങ്ങൾ തന്നെ കോശത്തെ തിന്നാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധ മരുന്നുണ്ട്. അതിങ്ങനെ കഴിച്ചു വരുമ്പോൾ പിന്നെ വേറൊരു ശരീരമായി മാറും. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ഇതിന് പ്രഗ്നൻ്റ് ആകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ല, മരുന്ന് നിർത്തിയാൽ നീ മരിക്കും, മരുന്ന് നിർത്തിയില്ലെങ്കിൽ കൊച്ചു മരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ പറ്റത്തില്ലെന്ന് മനുഷ്യർ പറയുമ്പോൾ അവരെന്താ ചെയ്യണത്? അവർ വന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ്, അമ്മ ഇന്നിപ്പോൾ കേരളത്തിൽ ആരെയും ഇങ്ങനെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ പറ്റത്തില്ല. കേരളത്തിലുള്ളവർ വിശ്വാസമുള്ളവരാണ്. അതെന്താ പറയുക, അവർ പറയും ഞങ്ങൾ അമ്മയുടെ അടുത്ത് ഇത് കാണട്ടെ, അമ്മയെ കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഇവൾ വന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു, നീ ഒരു പണി ചെയ്യും, നീ ആ മരുന്ന് നിർത്താൻ നിൽക്കണ്ട, അത് പ്രസവമൊന്നുമില്ല, ഉടമ്പടിത്തേലും വയറ്റത്തേക്കാൻ പറയും. ഉടമ്പടിത്തേലും ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. അപ്പോഴെന്നെ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴവളെ ഇരട്ട പ്രസവിച്ചിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. അതാണ് ഞാൻ നിങ്ങൾ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. സാക്ഷ്യം കേട്ടിട്ട് അത് 2 കൊച്ചുങ്ങളായപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് സിസേറിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു സിസേറിയൻ അല്ല, ഇത് സിസേറിയൻ അല്ല. എന്താ പറഞ്ഞാൽ അവളുടെ മാതാവ് ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് സിസേറിയൻ അല്ല, 8ാം മാസത്തിൽ നീ 2 കുഞ്ഞുങ്ങളെയും പ്രസവിപ്പിക്കുമെന്ന് പറഞ്ഞു. 2 പേര് നോർമലായിട്ട്. ഈ മനുഷ്യന്മാരുടെ വിശ്വാസം പഴയ കാലത്തിനേക്കാൾ ശരിക്കും കൂടിയുണ്ട്. ഉടമ്പടിയുടെ ഒരു കാലം വന്നപ്പോൾ പണ്ടത്തെ ഇന്ന് നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് വിശ്വാസം പ്രയോഗിക്കുകയല്ലേ ആൾക്കാർ. അതിന് കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് എന്താ ആ വിഷയത്തിൽ ഉള്ള എന്താണെന്ന് നോക്കിയിട്ട് അത് ചെലുത്തുകയാണ്. അപ്പോൾ വിശ്വാസം പ്രയോഗിക്കുന്നൊരു കാലമാണിത്. ഇപ്പം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്? പ്രസൻസ് അല്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് കിട്ടണത്? നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നത് സൽപ്രവർത്തികളിലൂടെയാണ്. നീ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താ തോപിത്ത് എന്താ പറയണത്? 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 12:13 ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞേ, ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ജ്വലിപ്പിക്കുന്ന വചനമല്ലേ തോബിത്ത് 2:12-13 ഇന്ന് വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. അതായത് തോബിത്ത് എന്ന് പറയണത് ഒരു താപസനായ ഒരു മനുഷ്യനാണ്. ഇസ്രായേൽക്കാരുടെ കാലത്ത്, ഇസ്രായേൽ തകർന്നു പോയൊരു കാലത്ത് ജീവിച്ച ഒരാളാണ്. അവരെല്ലാവരും ദേവാലയമൊക്കെ ഇടിച്ച് നിരത്തി എല്ലാവരും ഡിയാസ്പൊറയിൽ പോയി ഒളിച്ചോടിയൊക്കെ. ഇപ്പോൾ മണിപ്പൂരിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ പോകുന്നില്ലേ മണിപ്പൂരിൽ നിന്ന്. മണിപ്പൂരിലെ അബദ്ധത്തിൽ കേരള സഭയ്ക്ക് അബദ്ധം പറ്റുന്നത് ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ മണിപ്പൂർ ആദ്യമേ തന്നെ വിശ്വാസികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ബോധപൂർവമായിട്ട് വർക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് വർഗീയ കലഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ പിന്തിരിഞ്ഞു നിന്ന് എന്തോ താല്പര്യത്തിൻ്റെ പേരിൽ എന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോഴും സത്യം മനസ്സിലായില്ലേ? വിശ്വാസികളെ തിരഞ്ഞു പിടിച്ചവരെ കൊല്ലുകയും അതേസമയം തന്നെ വംശഹത്യ നടത്തുകയും ചെയ്യുന്ന ഒരു ഇവാക്യുവേഷൻ നടപടിയാണ് നടക്കുന്നത്. അത് പലതരത്തിലുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്ന പോലെ, ഒരു കാലത്ത് സിറിയയിലൊക്കെ നടന്ന പോലെയുള്ളൊരു ഇവാക്യുവേഷൻ നടപടിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മണിപ്പൂർ മിക്കവാറും ഇന്ത്യ മുഴുവൻ അത് ട്രെൻഡാണ്. മണിപ്പൂർ ഒരു ട്രെൻഡാണ്. ഒരു വിശ്വാസ സമൂഹത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു രഹസ്യ നിഗൂഢമായ അജണ്ടയുടെ ഒരു പരീക്ഷണശാലയാണത്. അവിടെ പ്രതിലോമ ശക്തികൾ വിജയിച്ചുകൊണ്ട് ഒരു വിശ്വാസ സമൂഹം തുടച്ചു നീക്കാൻ കഴിഞ്ഞാൽ ആ തുടച്ചു നീക്കൽ ഇന്ത്യ മുഴുവനും ഉണ്ടാകും. ഇതൊരു പ്രവചനമാണ്, നിങ്ങൾ കരുതിക്കോ. അതുകൊണ്ട് സഭ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി 2 പിതാക്കന്മാർ ഇവിടെ വന്നു. എൻ്റെ പിതാവും ജെയിംസ് ആനാവർമ്മൽ തിരുമേനിയും, അതുപോലെ തന്നെ കൊല്ലം പിതാവ് പോൾ മുല്ലശ്ശേരി പിതാവ്. അപ്പോൾ ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞു, പിതാക്കന്മാരെ, ആദിമസഭയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിൽ നിലപാടെന്ന് വെച്ചാൽ ആദിമസഭ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഒരു രഹസ്യ അജണ്ടയും ഒരു
ഒരു അടവ് നയോ ഒന്നുമില്ലാതെ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ചതാണ്. ഇപ്പം അടവ് നയത്തിലല്ലേ സഭ പ്രവർത്തിക്കണത്. പക്ഷേ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ച ആദിമസഭ 10 ദിവസം ജയിലിൽ കിടന്ന കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സഭയാണ് സഭയുടെ കരുത്ത്. അല്ലാതെ സംഘടിത സഭയേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്ന സഭയായിട്ട് സഭ കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലാത്ത കാലമാണ് ഇവർ. നമ്മളെ രക്ഷിക്കാൻ ദൈവം മാത്രമാണെന്നുള്ളത് തിരിച്ചറിയേണ്ട അപ്പോസ്തലന്മാരാണെന്ന് ഞാൻ പിതാക്കന്മാരോട് കാഷ്വാലിറ്റി ആയിട്ട് പറഞ്ഞു. പക്ഷേ പിതാക്കന്മാർ സമ്മതിച്ചു. എന്താ കാര്യം? പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് ബിഷപ്പ് ഹൗസിലൊക്കെ ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ച് അവരെന്നോട് സംസാരിച്ചു. ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മളെ കാര്യം കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ പോലും അവിടെ കറക്റ്റായിട്ട് ആൾക്കാർ പട്ടാളത്തിൽ നിയമിച്ചിട്ടുണ്ട്. എങ്കിലും അതേസമയം തന്നെ അവിടെ നരവേട്ട, വിശ്വാസവേട്ട നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സമയത്തൊക്കെ പരസ്പരം കുറ്റം പറഞ്ഞ് ആരുടെയും പഴിചാരുന്നതിന് പകരം പരസ്പരം പറ്റുന്ന തരത്തിൽ പ്രാർത്ഥിച്ച് അവരുടെ നടപടിക്രമങ്ങളെയും, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, അവരുടെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞെങ്കിൽ അങ്ങനെ ദൈവപുത്രക്കടുത്ത സമാധാന ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാൽ അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ പരസ്പരം പറഞ്ഞ് വിഘടിപ്പിച്ച് വീണ്ടും പുണ്ണിനെ ചിരണ്ടി പഴുപ്പിക്കുന്നതിന് പകരം നിങ്ങളെല്ലാവരും അപ്പോസ്തല തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മളെ പരിശുദ്ധ അമ്മ ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന ഈ സമയത്ത്, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത്, മണിപ്പൂറിന് വേണ്ടി എവിടെയെല്ലാം വിശ്വാസത്തിൽ എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു, വിശ്വാസികൾ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം രക്തസാക്ഷികളാകുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ എന്നതുപോലെ അപ്പോസ്തലൻ ഇപ്പോൾ കർത്താവേ ഞങ്ങളെല്ലാ സഭകളെയും, മണിപ്പൂരിലെ സഭയെയും നാട്ടിലെ സഭകളെയും അതുപോലെ തന്നെ ലോകം മുഴുവനുമുള്ള എല്ലാ സഭകളെയും കർത്താവെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം വീടും കൂടെ നഷ്ടപ്പെട്ടവർക്ക് ഓടേണ്ടി വരുന്നു, പാലായനം ചെയ്യപ്പെടുന്നു, എവിടെയെല്ലാം വേരുകൾ കർത്താവ് പറിച്ചെറിയപ്പെടുന്നു, തൂത്തെറിയപ്പെടുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ പരിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ വീണ്ടെടുത്തതുപോലെ അവരെ തിരഞ്ഞെടുത്തണമേ, സംരക്ഷിക്കണമേ, സൂക്ഷിക്കട്ടെ.